ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പൂർണ്ണ യുദ്ധത്തിന് സജ്ജമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഭാരതത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് ഖ്വാജ ആസിഫ് അറിയിച്ചു. അതേസമയം അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഭാരതം. അതിർത്തിയിലെ പാക് പ്രകോപനത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. കരസേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് വളരെ നിർണായകമായ സർവകക്ഷി യോഗം അടക്കം നടക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്. മാത്രവുമല്ല, പാക് പ്രകോപനം നിരന്തരമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കരസേനയ്ക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തിയിലെ സാഹചര്യങ്ങൾ കുറച്ച് കലുഷിതമായി തന്നെ തുടരുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രകോപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിർത്തിയിൽ വലിയ വെടിവെപ്പ്, പ്രത്യേകിച്ച് പീരങ്കികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ ആരംഭിച്ചു. അതിന് പ്രതിരോധം എന്ന നിലയിൽ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ തിരിച്ചടി മറുഭാഗത്തേക്ക് ഉണ്ടായി. ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ വെടിവെപ്പിൽ ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ജമ്മു കാശ്മീരിലെ 15 സാധാരണക്കാർക്ക് ഇതിനകം ജീവൻ നഷ്ടപ്പെട്ടു. പാകിസ്ഥാന്റെ ഭാഗത്തും വലിയ ആൾനാശം ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പാകിസ്ഥാനും പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ അതിർത്തിയിൽ തന്നെ പരസ്പരം നടക്കുന്ന വെടിവെപ്പിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈന്യത്തിന് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അതിർത്തിയിൽ നൽകിക്കൊണ്ട് ഒരു തീരുമാനം കൂടി ഇന്നലെ വൈകുന്നേരം ഉണ്ടായി. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഡൽഹിയിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അതിർത്തിയിൽ നിൽക്കുന്ന യൂണിറ്റുകൾക്ക് ഉചിതമായ തീരുമാനം എടുക്കുക, അതായത് ശക്തമായ മറുപടി നൽകുക എന്നൊരു നിർദ്ദേശം നൽകിയത്. അതിനാൽ തന്നെ ഭാരതത്തിന്റെ സൈന്യവും ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ശക്തമായ മറുപടി നൽകുന്നുണ്ട്. അതേസമയത്ത് പ്രകോപനപരമായ പ്രസ്താവനകൾ പാകിസ്ഥാൻ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും തുടരുകയാണ്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി എന്ന നിലയിൽ യുദ്ധത്തിന് പാകിസ്ഥാൻ സജ്ജമാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ പഹൽഗാമിന് ശേഷം പല തരത്തിലും പ്രകോപനപരമായ പ്രസ്താവനകൾ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സൈനിക നേതൃത്വത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആണവയുദ്ധം നടത്തും എന്നുവരെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ നേതാക്കൾ നടത്തി. UN സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെ ഇത്തരം പ്രസ്താവനകളെയും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെയും കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടി എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഭാരതം നടത്തിയത്. ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ രാത്രികളിൽ ഭാരതം നടത്തിയിരുന്നു. ഇതോടുകൂടിയാണ് അതിർത്തി കൂടുതൽ സംഘർഷഭരിതമായത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി എന്ന നിലയിൽ അതിർത്തിയിൽ വലിയ തോതിലുള്ള ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. അതാണ് ഇപ്പോഴത്തെ ഈ സംഘർഷം രൂക്ഷമാകുവാനുള്ള കാരണം. അതാണ് കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിലയിൽ നമ്മൾ നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ്. അതിൽ ഒരു സാധാരണക്കാരന്റെ വീടോ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മറ്റു വസ്തുവിന് മുകളിലോ ഭാരതം പാകിസ്ഥാനിൽ ബോംബ് വർഷിക്കുകയോ പ്രത്യാക്രമണം നടത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിലെ സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടുകൂടി ഈ അന്തരീക്ഷം വീണ്ടും വീണ്ടും അതിർത്തിയിൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കരസേന ഇപ്പോൾ പൂർണ്ണ സജ്ജമാണ്. അതിർത്തിയിലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നുണ്ടെങ്കിൽ അതേ ഭാഷയിൽ തന്നെ ആ പ്രദേശങ്ങളിൽ തിരിച്ച് ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഗൗതമി, ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്കരികിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം വന്നുവല്ലോ, ഭാരതത്തിനെതിരെ യുദ്ധത്തിന് സജ്ജമെന്ന്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ നിയന്ത്രണ രേഖയ്ക്കരികിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അവിടെ, അല്ലേ? ദേവിക, നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് നിന്നും ആളുകളെ പൂർണ്ണമായി തന്നെ ഒഴിപ്പിക്കുന്നു എന്നത് നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം അതിർത്തിയിൽ വ്യാപകമായ വെടിവെപ്പ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ പഹൽഗാമിന് ശേഷം തുടർച്ചയായി അവിടെ പാക് പ്രകോപനം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നില്ല. ഈ പാക് പ്രകോപനത്തിന് തിരിച്ച് ഭാരതത്തിന്റെ സൈന്യവും തിരിച്ചങ്ങോട്ട് മറുപടി നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വലിയ ഷെല്ലാക്രമണവും പീരങ്കി ഉപയോഗിച്ചുള്ള ആക്രമണവും എല്ലാം അതിർത്തിയിൽ പാകിസ്ഥാൻ ആരംഭിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇന്ത്യൻ സൈന്യവും അതേ രീതിയിൽ തന്നെയുള്ള ശക്തമായ മറുപടി പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുകയുണ്ടായി. ഇതൊരു യുദ്ധം എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം തന്നെയാണ്. അതിനിടയിലാണ് പാകിസ്ഥാന്റെ
ഈ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറാണ് തുടങ്ങിയ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ട് വീണ്ടും പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നതാണ് ഭാരതത്തിന്റെ വിമർശനം. എന്തായാലും അതിർത്തിയിൽ ശക്തമായ തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാന് ഭാരതം നൽകുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉൾപ്പെടെയുള്ളവർ നൽകുന്ന സന്ദേശം എന്നത്. സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നേരത്തെ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് സൈന്യം 3 സേനയും കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. അതിനുശേഷം പിന്നീട് നമുക്കറിയാം 9 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് POJKയിലെ 5ഉം പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ 5ഉം അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ 4 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടേക്ക് ഭാരതത്തിന്റെ പോർ വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുകയായിരുന്നു. അതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഈ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിക, അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട സർവകക്ഷി യോഗം അടക്കം നടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത വനിതാ ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയും കൂടുതൽ ഓപ്പറേഷൻസ് വരാനിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ദേവിക, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് പാർലമെന്റിന്റെ അനക്സ് ഹാളിലാണ് ഈ യോഗം ചേരുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിശദാംശങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തെ അറിയിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പഹൽഗാമിന് ശേഷം ഒരു മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തെ വിളിച്ചുകൊണ്ടൊരു സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുകയും പഹൽഗാമിന് ശക്തമായ തിരിച്ചടി ഭാരതം നൽകും, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ അതിർത്തിയിൽ ഒരുക്കുന്നു എന്നതാണ് ഈ സർവകക്ഷി യോഗത്തിൽ അന്ന് സർക്കാർ വിശദീകരിച്ചത്. ഇപ്പോൾ പഹൽഗാമിന് തിരിച്ചടി എന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഒപ്പം ജമ്മു കാശ്മീർ അതിർത്തിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സംബന്ധിച്ചുമാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിനകത്ത് സർക്കാർ വിശദീകരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഭാരതത്തിന് വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭാരതം വലിയൊരു തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ പിന്തുണ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഭാരതത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടല്ലോ. ദേവിക, മറ്റു രാജ്യങ്ങളുടെ പിന്തുണ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഭാരതത്തിനൊപ്പം ഉണ്ടായിരുന്നു. കാരണം പൊതുവെ ശാന്തമായിരുന്ന ജമ്മു കാശ്മീർ മേഖലയിൽ പഹൽഗാമിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് പാകിസ്ഥാനാണ്. അവിടെ ജമ്മു കാശ്മീരിലെ മാറുന്നതായ രാഷ്ട്രീയ സാഹചര്യവും അതോടൊപ്പം തന്നെ സാമൂഹിക സാഹചര്യവും എല്ലാം പാകിസ്ഥാനെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. പൊതുവെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം താഴ്വരയിൽ രൂപപ്പെട്ടു. ഇതോടുകൂടി പഹൽഗാമിൽ മത അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ ഭീകരാക്രമണം പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കറിന്റെ ജമ്മു കാശ്മീരിലെ അനുബന്ധ വിഭാഗമായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് നടപ്പാക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആണ് പിന്നീട് നമുക്കറിയാവുന്നതാണ് പിന്നീട് നടന്നിട്ടുള്ള സംഘർഷങ്ങൾ. അതിനാൽ ഈ ഭീകരാക്രമണത്തെ UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയും പാകിസ്ഥാൻ ഇതിലുള്ള പങ്ക് സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ US അതോടൊപ്പം തന്നെ UK, ഫ്രാൻസ് തുടങ്ങി ലോകത്തിലെ റഷ്യ ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട സൈനിക ശക്തികളെല്ലാം ഈ വിഷയത്തിൽ ഭാരതത്തിന് പിന്തുണ അറിയിച്ചതാണ്. കാരണം പഹൽഗാമിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അത്തരം ശക്തികൾക്കെതിരെ കടുത്ത നിലപാട് വേണം എന്നതായിരുന്നു US-ന്റെയും UK-യുടെയും ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട നിലപാട്. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹം ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പൂർണ്ണമായ പിന്തുണ സർക്കാരിന് നൽകുകയും ഒക്കെ ചെയ്തു. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അദ്ദേഹം ഈ സംഘർഷം ലഘൂകരിക്കാൻ പെട്ടെന്ന് ശ്രമമുണ്ടാകണം എന്ന് പറയുമ്പോഴും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന സന്ദേശം തന്നെയാണ് ഭാരതത്തിന് നൽകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ പിന്തുണ ഭാരതത്തിന് നൽകുന്നുണ്ട്. അത് മുൻപും സൈനികമായും അല്ലാതെയും ഒക്കെയുള്ള പിന്തുണ എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിന് നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതിനാൽ ഈ പഹൽഗാം സംഘർഷത്തിന് ശേഷം ഭാരതം
പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിലും ഇസ്രായേൽ നടത്തിയ പ്രസ്താവന എന്നത് ഭീകരതയെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭാരതത്തിനുണ്ട്, അത് അങ്ങനെ തന്നെ ആകണം എന്ന പ്രതികരണം നടത്തിക്കൊണ്ട് ഏറ്റവും വലിയ പിന്തുണ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നാണ് ഭാരതത്തിന് ലഭിച്ചത്. എന്തായാലും ലോകരാജ്യങ്ങൾ തീർച്ചയായും ഈ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്, അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാം വിഷയത്തിലാണെങ്കിലും നേരത്തെ പുൽവാമ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണെങ്കിലും പാക് ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ അണിനിരക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിലും വിവിധ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഭാരതത്തിന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേവിക, ഗൗതം, തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകരൻ സജ്ജാദ് കേരളത്തിലാണ് പഠിച്ചിരുന്നത് എന്നത് വളരെ നിർണായകമായൊരു റിപ്പോർട്ടായിരുന്നു. മാത്രവുമല്ല, കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ശ്രീനഗറിൽ ഇയാൾ ഒരു ലാബ് നടത്തി വരികയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കേരളവുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം നടന്നു വരികയാണല്ലോ. ദേവിക, അത്തരം ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സജാദ് കേരളത്തിൽ എത്തിയതായും അതിനുശേഷം ഇയാൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെ ചില കാര്യങ്ങൾ ഇയാൾ നടത്തുകയും ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. ഇക്കാര്യം കേന്ദ്ര ഏജൻസികൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഉള്ളത്. അതിന്റെ ഒരു സ്ഥിരീകരണം ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ അതിർത്തിയിൽ നിന്നടക്കം, നിയന്ത്രണ രേഖക്കരികിൽ നിന്നടക്കം ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ യുദ്ധം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെയധികം നിർണായകമല്ലേ? തീർച്ചയായും ദേവിക, ഇനി വരുന്ന മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇന്നലെ നടന്ന ആക്രമണത്തിൽ നിലംപരിശായി പോയ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ പുനരുജ്ജീവിപ്പിക്കുക എന്നൊരു ലക്ഷ്യം പാകിസ്ഥാൻ ഉണ്ട് എന്നൊരു സൂചന തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വീണ്ടും ഭീകരതയ്ക്ക് പിന്തുണ നൽകാനുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകും എന്ന സൂചന നേരത്തെ തന്നെ പല ഇന്റലിജൻസ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണത്തെ പരിശോധിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണം ഇനിയും നടത്താനുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു കയറാനുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന സൂചനകൾ നിലവിൽ പുറത്തു വരുന്നു എന്ന്, അല്ലെങ്കിൽ അത്തരം വിശദാംശങ്ങൾ പുറത്തു വരുന്നു എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, അതിർത്തിയിലെല്ലാം തന്നെ ഒരു വ്യോമാക്രമണത്തിനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നു എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഉറച്ച നിലപാടായി പുറത്തു വന്നിരിക്കുന്നത്. നീക്കങ്ങൾ, അതിനുള്ള സൈനിക പ്രതിരോധ സംവിധാനങ്ങളും ഭാരതം നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പല രീതിയിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി അത് കൃത്യമായ ഒരു ആക്രമണത്തിനുള്ള സജ്ജമായ ഒരു അവസ്ഥയിലേക്കല്ല എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഇനിയും ഭാരതത്തിനെതിരെ നീങ്ങും എന്ന ഒരു നിലപാട് ഇന്നലെ രാജ്യത്തോട് ചെയ്ത അഭിസംബോധനയിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സൈനികമായ ഒരു ആക്രമണമാണോ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്, അതോ തീവ്രവാദികളുടെ ഇടപെടൽ വഴിയുള്ള മറ്റൊരു ആക്രമണമാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ നിലപാട് പാകിസ്ഥാന് തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ പ്രകാരം വീണ്ടും ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ തുനിയുന്നു എന്ന ഒരു വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതേസമയം വളരെയധികം സജ്ജമായ രീതിയിൽ തന്നെ ഭാരതവും സൈനിക വിന്യാസങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, സ്ഥിരം ആളില്ലാ വിമാനങ്ങൾ, അല്ലെങ്കിൽ പോർമുനകൾ വഹിച്ച ആളില്ലാ വിമാനങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സ്ഥിരം നിരീക്ഷണ ആക്രമണ സംവിധാനമാണ് ഭാരതം കൈക്കൊണ്ടത്. നേരത്തെയും ഇക്കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിലെല്ലാം, ഈ 9 നടന്ന ആക്രമണങ്ങളിലെല്ലാം തന്നെ ഏരിയൽ നിരീക്ഷണം, അല്ലെങ്കിൽ ഒരു ആളില്ലാ വിമാനം കൊണ്ടുള്ള നിരീക്ഷണവും അതുപോലെ തന്നെ ആ വിമാനത്തിൽ നിന്നുള്ള ആക്രമണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള നീക്കവും നടത്തുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ഒരു യുദ്ധമുറയാണ് ഭാരതം പാകിസ്ഥാനെതിരെ ഇന്നലെ പ്രയോഗിച്ചതിൽ പ്രധാന ഘടകമായിരുന്നത്. വ്യോമസേനയുടെ വിമാനങ്ങളെല്ലാം തന്നെ കൃത്യമായി ആക്രമണം നടത്തി എങ്കിൽ കൂടി ഇത്തരത്തിലൊരു നിരീക്ഷണ സ്വഭാവം 24 മണിക്കൂറും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ തുടർച്ചയായി നിലനിർത്തുന്ന ഒരു രീതി പാകിസ്ഥാൻ അതിർത്തിയിൽ
അതിർത്തിയിൽ സുരക്ഷയുടെ ഭാഗമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ ഭാരതത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു പ്രതികരണത്തിനുള്ള നീക്കം ഭാരതം ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രത്യാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആക്രമണം ഉണ്ടായാൽ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നൊരു നിലപാട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഷഹബാസ് ഷെരീഫ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശക്തമായ ഒരു സൈനിക വിന്യാസം ഭാരതം അല്ലെങ്കിൽ സൈനിക നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് വ്യോമസേനയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും നിരീക്ഷണം അതിർത്തി മേഖലയിൽ കൃത്യമായും ശക്തമായും നടത്തിയിരുന്നു. ഇപ്പോൾ കടലിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ എന്ന് പറയുന്നതിനേക്കാൾ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കടലിൽ കൃത്യമായ നിരീക്ഷണം കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവികസേനയും നടത്തിയിരുന്നു. ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം കൂടി ഭാരതം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പഹൽഗാമിൽ ഉണ്ടായതുപോലുള്ള ഭീകരാക്രമണങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്ന ഒരു സൂചന നേരത്തെ തന്നെ, അതായത് ഈ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങൾ സർക്കാരിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. അത്തരത്തിലൊരു ആക്രമണത്തിലേക്കും പാകിസ്ഥാൻ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൃത്യമായ ഒരു സൈനിക വിന്യാസം ഭാരതവും നടത്തുന്നത്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിലെല്ലാം തന്നെ ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് ഒരു സേനാ വിന്യാസത്തിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ വിന്യാസമെല്ലാം നടക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്ന ചില സൂചനകളെല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട്. ഇതിനെ കൃത്യമായി തിരിച്ചടിക്കുന്നത്, അതായത് ഇനിയും ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ, അത് ഭീകര ആക്രമണത്തിന്റെ സ്വഭാവമുള്ള ഈ പഹൽഗാം ആക്രമണം പോലെയോ അല്ലെങ്കിൽ മുംബൈ ആക്രമണം പോലെയുള്ള ഒരു ഭീകരാക്രമണമാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് സൈനിക ആക്രമണത്തിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെങ്കിൽ കൂടിയും ഈ രണ്ട് ആക്രമണങ്ങളെയും ഒരേ സമയം പ്രതിരോധിക്കാനുള്ള ഒരു സേനാ വിന്യാസം കൃത്യമായി നടത്തുക എന്ന ലക്ഷ്യമാണ് ഇന്നലെ തന്നെ ഭാരതം നടപ്പാക്കിയത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ഉണ്ടായിരുന്നു. സേനകളെ കൃത്യമായി വിന്യസിക്കുന്നതിനുള്ള നീക്കം നടന്നിരുന്നു. അവരുടെ അവധിയിലുള്ള സൈനികരെ തിരിച്ചു വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള യുദ്ധസജ്ജമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ സേനയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഭാരതം ഇനിയും ഒരു ആക്രമണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചടിക്കാൻ, അതല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങൾക്ക് സൈനിക നടപടികൾക്ക് സജ്ജമായിരിക്കുകയാണ് എന്ന കൃത്യമായ മറുപടി ഇന്നലെ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തീർച്ചയായും സംഘർഷത്തിനുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. അത് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാകട്ടെ, മറ്റു സൂചനകളാകട്ടെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഇന്നലെ രാഷ്ട്രത്തോട് നടത്തിയ അഭിസംബോധനയിലെ നിലപാടുകളാകട്ടെ, എല്ലാത്തിലും ഇത്തരത്തിലൊരു സൂചന നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു പ്രതികരണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഭാരതം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക, ശരി, ഇന്നെന്തായാലും നിർണായകമായ സർവകക്ഷി യോഗം ചേരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാനാണ് ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നത്.